പൂരം കഴിഞ്ഞ് ആൾക്കൂട്ടം പിരിഞ്ഞിട്ടും അമിട്ടും ഗുണ്ടും കുഴിമിന്നലുമായി വെടിക്കെട്ട് കനത്തിൽ തന്നെ തുടരുന്ന പോലെയാണ് ഏഷ്യ കപ്പിലെ ഇന്ത്യ പാകിസ്ഥാൻ മത്സരം. 26 മനുഷ്യജീവനുകൾ നഷ്ടമായ പഹൽഗാം ഭീകരാക്രമണവും തുടർന്ന് പാകിസ്ഥാനെതിരെ ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ദൂർ സൈനിക നടപടിയുമായി അയൽക്കാർ തമ്മിലുള്ള പോര് ശക്തമാകുന്നതിനിടെ ക്രിക്കറ്റ് കളത്തിൽ കളിക്കാനിറങ്ങിയതിനെതിരായ വിമർശനം അടങ്ങുന്നില്ല. ഞായറാഴ്ച നടന്ന മത്സരത്തിൽ ഇന്ത്യ 7 വിക്കറ്റിന് പാകിസ്ഥാനെ തോൽപ്പിച്ചിരുന്നു. മത്സരത്തിനു മുന്നോടിയായി നടന്ന ടോസിടൽ ചടങ്ങിനു പിന്നാലെ ഇരു ടീമുകളുടെ നായകരും ഹസ്തദാനം ചെയ്യാതെ കളം വിട്ടതാണ് ഇപ്പോഴത്തെ വിവാദം. എന്നാൽ പാകിസ്ഥാനെതിരെ കളിക്കാൻ ഇറങ്ങിയത് തന്നെ തെറ്റായിപ്പോയെന്ന വിമർശനത്തിന് മത്സരം കഴിഞ്ഞും ബലമേറുകയാണിപ്പോൾ. തെന്നിന്ത്യൻ ചലച്ചിത്ര താരം പ്രകാശ് രാജ് മുതൽ മുതിർന്ന മാധ്യമ പ്രവർത്തകരും ക്രിക്കറ്റ് വിദഗ്ധനുമായ രാജ്ദീപ് സർദേശായി വരെ വിമർശനവുമായി രംഗത്തുണ്ട്. ശിവസേന ഉദ്ധവ് വിഭാഗം നേതാക്കളും മജ്ലിസെ ഇത്തിഹാദുൽ ഇസ്ലാം നേതാവും MP-യുമായ അസദുദ്ദീൻ ഒവൈസിയും ഉൾപ്പെടെ രാഷ്ട്രീയ നേതാക്കൾ നേരത്തെ തന്നെ ഇന്ത്യ പാക് മത്സരത്തിനെതിരെ രംഗത്ത് വന്നിരുന്നു. ഞായറാഴ്ച മത്സരം നടന്നതിന് പിന്നാലെയായിരുന്നു പ്രകാശ് രാജ് എക്സ് പ്ലാറ്റ്ഫോമിൽ പൊട്ടിത്തെറിച്ചത്. ഡിയർ സുപ്രീം ലീഡർ, ഇന്ന് ഈ മത്സരം എന്തിനാണ് നടന്നത്? എന്തുകൊണ്ട്? പഹൽഗാമിൽ വെടിയേറ്റ് വീണ നാവികസേനാ ഉദ്യോഗസ്ഥൻ വിനയ് നർവാലിന്റെ മൃതദേഹത്തിനരികിലിരുന്ന് വിതുമ്പുന്ന വിധവ ഹിമാൻഷി നർവാലിന്റെ ചിത്രവും ഇന്ത്യ പാക് ക്രിക്കറ്റ് മത്സരത്തിലെ ചിത്രവും ഒന്നിച്ച് പങ്കുവച്ചായിരുന്നു പ്രകാശ് രാജിന്റെ ചോദ്യം. മത്സരം കഴിഞ്ഞതിനു പിന്നാലെ രാജ്ദീപ് സർദേശായിയും BCCIക്കും കേന്ദ്ര സർക്കാരിനുമെതിരെ ശക്തമായ വിമർശനവുമായി രംഗത്തെത്തി. ക്രിക്കറ്റ് താരങ്ങളെ രാഷ്ട്രീയ കരുക്കളായി തരം താഴ്ത്തരുതെന്നും പ്രതിഷേധിക്കണമെന്നുണ്ടെങ്കിൽ മത്സരം ബഹിഷ്കരിക്കാമായിരുന്നുവെന്നും ഇന്ത്യ ടുഡേ ചാനൽ ചർച്ച നയിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു. മത്സരത്തിനു പിന്നാലെ പരിഹാസവുമായി തൃണമൂൽ കോൺഗ്രസ് MP മഹുവ മൈത്ര രംഗത്തെത്തി. സർക്കാർ ആഗ്രഹിച്ചതുകൊണ്ടാണ് ഇന്ത്യ പാകിസ്ഥാനെതിരെ കളിച്ചത്. അക്കാര്യം വ്യക്തമായി മനസ്സിലാക്കുക. മത്സരശേഷം പാകിസ്ഥാന് കൈകൊടുക്കാതെ വില കുറഞ്ഞ ഒരു പ്രകടനം നടത്തുന്നത് പരിഹാസ്യമാണ്, മഹുവ മൈത്ര കുറിച്ചു. ഏഷ്യ കപ്പ് മത്സര ഷെഡ്യൂൾ പുറത്തുവന്നതിന് പിന്നാലെ പാകിസ്ഥാനെതിരെ കളിക്കരുതെന്ന ആവശ്യവുമായി രംഗത്തു വന്ന ശിവസേന MP പ്രിയങ്ക ചതുർവേദി മത്സരശേഷവും രൂക്ഷമായി വിമർശനം ഉന്നയിച്ചു. രാജ്യാന്തര ക്രിക്കറ്റ് കൗൺസിൽ അധ്യക്ഷനായ ജയ്ഷായുടെയും അദ്ദേഹത്തിന്റെ പിതാവായ ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെയും താല്പര്യമാണ് ഇന്ത്യ പാകിസ്ഥാൻ മത്സരമെന്ന് ധ്രുവ്രാത്തിയും തുറന്നടിച്ചു. കളിക്കാർ തമ്മിലുള്ള അംഗം കഴിഞ്ഞെങ്കിലും കളം വിടാത്തവർ തമ്മിലുള്ള ആക്രമണങ്ങളും പ്രത്യാക്രമണങ്ങളുമായി പോര് മുറുകുക തന്നെയാണ്.